നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് SFIO ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് CMRലുമായി ബന്ധപ്പെട്ട് ശക്തമായ വാദപ്രതിവാദങ്ങൾ ദില്ലി ഹൈക്കോടതിയിൽ നടക്കുമ്പോഴാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് വ്യക്തമാക്കിയതും അന്വേഷണം ഏതാണ്ട് പൂർത്തീകരിച്ചുവെന്ന് നേരത്തെ തന്നെ SFIO പറഞ്ഞിരുന്നു. പക്ഷേ അവസാന നിമിഷം കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടുമെന്നുള്ള ഒരു സംശയം പോലും ആർക്കുമില്ലായിരുന്നു. ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകി എന്നുള്ള സംശയമാണ് SFIO CMRലിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. എക്സാലോജിക്കിന് യാതൊരുവിധ സേവനവും നൽകാതെ പണം നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനുള്ള കൈക്കൂലിയായി കരുതാമെന്നും SFIO സംശയം പ്രകടിപ്പിക്കുകയാണ്. ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് CMRലിനെതിരെ SFIO പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെ ഇല്ലാതായിരിക്കുന്നു. വീണ വിജയനും കൃത്യമായ സ്രോതസ് വെളിപ്പെടുത്താനും അതോടൊപ്പം തന്നെ സേവനത്തിന് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാനും കഴിഞ്ഞില്ല എങ്കിൽ നിലവിൽ SFIO പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് തന്നെ ഇത് കേന്ദ്ര സർക്കാരിന് കൈമാറും. കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കാം, തീരുമാനിക്കാം എന്തിന് ചെയ്യണമെന്ന്. പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികളിലേക്ക് തുടരന്വേഷണമൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികൾ തന്നെ ആയിരിക്കും നടത്തുക. ദേശ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് കൂടുതൽ അന്വേഷണ ഏജൻസികൾ EDയും അതുപോലെ NIA സംഘവും ഒക്കെ തന്നെ ഇതിൽ തുനിഞ്ഞിറങ്ങുമോ എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടതും കണ്ടറിയേണ്ടതും. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRൽ പണം നൽകി എന്നുള്ള സംശയത്തിൽ തന്നെയാണ് SFIO ഈ ഒരു പ്രധാനപ്പെട്ട വിവരം കണ്ടെത്തിയിരിക്കുന്നത്, പങ്കുവച്ചിരിക്കുന്നത്. ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്ര ഏജൻസി അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് ഇവരുടെ പക്കലുള്ള പണം എത്തിയോ എന്നുള്ള സംശയമാണ് പ്രധാനമായും SFIO പങ്കുവെക്കുന്നത്. ഇതാദ്യമായി തന്നെയാണ് CMRലിന്റെ ഫണ്ടിൽ നിന്നും ഒരു ഭീകര സംഘടനയുമായി അനുകമ്പയുള്ളവർക്ക് ഫണ്ടിംഗ് നടത്തി എന്നുള്ള വളരെ വളരെ ഗുരുതരമായ ഒരു കാര്യം SFIO കണ്ടെത്തിയിരിക്കുന്നത്. എക്സാലോജിക് CMRൽ ദുരൂഹ ഇടപാട്, മാസപ്പടി കേസ് എന്ന് നിലവിൽ മാധ്യമങ്ങൾ വിളിക്കുന്ന ഈ ഇടപാടിൽ അന്വേഷണം പൂർത്തീകരിച്ചുവെന്ന് SFIO തന്നെ കോടതി അറിയിച്ചിരിക്കുന്നു. അന്വേഷണം പൂർത്തീകരിക്കുന്ന വേളയിൽ തന്നെയാണ് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു സംശയം കൂടി ഇതോടൊപ്പം പങ്കുവെക്കുന്നത്. രാഷ്ട്രീയ നേതാവിന് കൈക്കൂലിയായി കിട്ടിയതാണോ ഈ പണം, അതായത് വീണ വിജയന് നൽകിയിരിക്കുന്ന പണം എന്നതും ഏജൻസി സംശയമായി പങ്കുവെക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. കാലിത്തീറ്റ കുംഭകോണ കേസ് പോലെയാണ് വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയതെന്നും SFIO തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ സത്യവാങ്മൂലത്തിൽ തന്നെ എടുത്തു പറയുന്നു. ഭീകര സംഘടനയുമായി അനുകമ്പയുള്ളവർക്ക് ഒരുപക്ഷെ CMRൽ നിന്നും പണം ലഭിച്ചതായിട്ടുള്ള സംശയമാണ് തങ്ങൾ ബലപ്പെടുത്തുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും SFIO തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അത് മറ്റൊരു വിഷയം തന്നെയാണ്. അതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. CMRൽ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോഴായിരുന്നു SFIOയ്ക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഈ നിർണായകമായ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിട്ടുള്ളത്. CMRൽ ആർക്കൊക്കെ പണം നൽകിയിട്ടുണ്ട്, CMRൽ നിന്നും ആർക്കൊക്കെ ഫണ്ട് ലഭിച്ചു, ഇതിന്റെ വിശദമായ അന്വേഷണം തന്നെയാണ് ഇനി നടത്തേണ്ടത്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ പുറത്തു വരുമെന്ന് ഭയന്നുകൊണ്ടാണോ CMRൽ ഹൈക്കോടതിയിലടക്കം SFIOയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ അന്വേഷണം അവസാനിപ്പിക്കാനായി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് എന്നുള്ള സംശയങ്ങൾ പോലും ഇപ്പോൾ ബലപ്പെടുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ, മീഡിയ ഹൗസസ് എന്നിവയ്ക്ക് പുറമേ തന്നെ ഭീകരവാദ സംഘടനയുമായി ബന്ധമുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പോലും CMRൽ നിന്നും പണം എത്തി, പണം നൽകി എന്നാണ് SFIO ഇപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തന്നെ അന്വേഷണ പരിധിയിലുണ്ട്. ഇതിന്റെ വിശദമായ വിവരങ്ങൾ ഉടൻ തന്നെ പുറം ലോകത്തിന് മുന്നിൽ എത്തുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. കേസിൽ എന്തായിരുന്നാലും വാദം അവസാനിച്ചിട്ടില്ല. ഈ മാസം 23-ാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഈ വാദം തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പണം CMRൽ വീണ വിജയന് നൽകിയത് എന്നുള്ള സംശയം തന്നെയാണ് ഏറ്റവും അധികം ബലപ്പെടുത്തുന്നത്, കോടതിയിൽ ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിന് ദേശീയ അന്വേഷണ ഏജൻസിയും പരിശോധിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ദേശീയ ഏജൻസികൾ കൂടി കളത്തിലിറങ്ങേണ്ടതായി വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ദേശസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ തൽക്കാലം വിട്ടുകളയാൻ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. SFIO അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു CMRൽ ഡൽഹി ഹൈക്കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ വലിയ പൊല്ലാപ്പായി മാറിയിരിക്കുന്നു. അത് അവർക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുന്നു. ഈ ഹർജിയിലാണ് അന്വേഷണ ഏജൻസി വളരെ വ്യക്തമായി തന്നെ മറുപടി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായിട്ടുള്ള ഇടപാടിലെ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് സ്ഥാപിക്കാൻ തന്നെയാണ് CMRൽ ഹൈക്കോടതിയിൽ ശ്രമിച്ചത്. അങ്ങനെ ഒരു വാദമാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വാദത്തെ ഖണ്ഡിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് CMRൽ തന്നെ നടത്തിയിരിക്കുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്നും അതോടൊപ്പം തന്നെ ദേശസുരക്ഷയെ പോലും ബാധിക്കുന്ന വിഷയമാണെന്നും തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്.
ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമതൊരു അന്വേഷണം അത് തികച്ചും ചട്ടവിരുദ്ധമാണെന്നാണ് CMRL വാദിച്ചത്. സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കണം. കേസുമായി ബന്ധമില്ലാത്ത ഒരു മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന് എങ്ങനെയാണ് ഈ രഹസ്യരേഖകളൊക്കെ തന്നെ ലഭിച്ചത് എന്നുള്ള ചോദ്യമാണ് CMRL ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ ഗുരുതരമായ ക്രമക്കേടുകൾ സംഭവിച്ചുവെന്ന് മൂന്നാം കക്ഷി കൂടിയായിട്ടുള്ള ഷോൺ ജോർജ് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര ഏജൻസിയായിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിനെക്കുറിച്ച് വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ചു. ഇതിനെതിരെ തന്നെയാണ് CMRL ഹൈക്കോടതിയിൽ വലിയൊരു വാദം ഉന്നയിച്ചതും. ഇന്നാണ് ഈ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി വിശദമായ വാദം കേൾക്കവേ ഇങ്ങനെ ഗുരുതരമായ ഒരു വിഷയം കൂടി പുറത്തു വന്നിരിക്കുന്നത്. മാസപ്പടി കേസിലെ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് കഴിഞ്ഞ തവണയായിരുന്നു കേസ് പരിഗണിച്ചപ്പോൾ CMRL വാദിച്ചത്. ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ എന്തിനാണ് ഇങ്ങനെ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോയത്, അതിന്റെ ഔചിത്യം എന്താണ് എന്നാണ് ചോദിച്ചിരുന്നത്. പക്ഷേ ഇതിനൊക്കെ തന്നെ മറുപടിയായി SFIO പറഞ്ഞിട്ടുള്ള വിശദമായ വിവരങ്ങളുണ്ടായിരുന്നു. കേസന്വേഷണം പൂർത്തിയായി. അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, CMRL ഉടമ ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്ത എന്നിവരടക്കം 20 പേരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, വീണ വിജയനെ ഒന്നിലധികം തവണ മൊഴി രേഖപ്പെടുത്താനായി വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. സ്വതന്ത്രമായ ഒരു അന്വേഷണം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല തങ്ങളുടെ അന്വേഷണമെന്നും SFIO തന്നെ പറയുന്നുണ്ട്. തങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ കേസെടുത്ത് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുകൂടി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ കൃത്യമായ സൂചന SFIO സംഘം കോടതിക്ക് മുന്നിൽ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നപ്പോൾ ഇത്രയധികം കേരളത്തെ തന്നെ നടുക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നതെന്നുള്ളത് സംശയമേയും തന്നെ ഇല്ലാതെ നമുക്ക് പറയാനായി സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.